നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാമെന്ന് ഒരു ധനികനായ യുവപ്രമാണി യേശുവിനോട് ചോദിക്കുന്ന രംഗമാണ് നാം കാണുന്നത്. നിയമങ്ങൾ അനുസരിച്ചാൽ മതിയോ എന്ന് ചോദിക്കുന്ന അവനോട് യേശു എല്ലാ കൽപ്പനകളും അനുസരിക്കുക എന്ന് പറയുന്നു. താൻ ഇതെല്ലാം ചെറുപ്പം മുതലേ അനുസരിക്കുന്നുണ്ടെന്ന് അയാൾ പറയുമ്പോൾ യേശു പറയുന്നു, നിനക്കൊരു കുറവ് കൂടിയുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അപ്പോൾ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഇത് കേട്ട് ആ യുവാവ് വിഷമിച്ച് മടങ്ങിപ്പോകുന്നു. കാരണം അവന് വളരെയധികം സമ്പത്തുണ്ടായിരുന്നു. ഈ സംഭവം നമ്മുടെ ജീവിതത്തിൽ ധനം ദൈവത്തെക്കാൾ പ്രധാനപ്പെട്ടതായി മാറുമ്പോൾ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യേശു ഇവിടെ നിയമങ്ങളെ മാത്രം പിന്തുടരുന്ന ഒരു ജീവിതമല്ല, മറിച്ച് ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയവും ത്യാഗസന്നദ്ധതയും ആവശ്യപ്പെടുന്നു. സമ്പത്ത് ഒരു തടസ്സമായി മാറിയപ്പോൾ ആ യുവാവിന് യേശുവിനെ അനുഗമിക്കാൻ കഴിഞ്ഞില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനും മറ്റുള്ളവർക്കും വേണ്ടി നമ്മുടെ സൗകര്യങ്ങളും സമ്പത്തും ഉപേക്ഷിക്കാൻ നാം തയ്യാറാകണം. അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുഗമിക്കാൻ നമുക്ക് കഴിയുന്നത്.